ഗോൾഡും പ്ലാറ്റിനും എടുക്കുന്നവർ മാത്രമാണ് അയ്യപ്പ ഭക്തർ, ഉത്തമ അയ്യപ്പ ഭക്തർ. ഈ ശബരിമല കയറിയ പെണ്ണുങ്ങളെല്ലാം ഉത്തമ ഭക്തരാണോ? തെളിയിക്കാൻ പറ്റുമോ ഉത്തമ ഭക്തരാണെന്ന്? ഇവിടെ പല ചർച്ചകളും നടന്നു, പക്ഷെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോയിന്റ് ഇതൊന്നും ചർച്ച നടന്നില്ല. അത് നിങ്ങളല്ലേ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, പ്രേക്ഷകരല്ലേ കൊണ്ടുപോയത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്നോടാണ്. അതെ, ഇത് പാപ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം നിങ്ങൾ ബ്രാൻഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട അനുസരിച്ച് ആ യുവതി പ്രവേശനത്തിന്റെ പാപ പരിഹാരം ചെയ്യുന്ന സാധനമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. ഓക്കെ ഓക്കെ ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം പറഞ്ഞോ. ചോദിച്ചോ ചേട്ടാ, പ്ലീസ് പ്ലീസ്. ചോദ്യം. സാറ് നേരത്തെ പറഞ്ഞു ഉത്തമ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നതാണ്. ആരാണ് ഉത്തമ ഭക്തർ? പ്ലാറ്റിനവും ഗോൾഡും കാർഡ് എടുക്കാൻ ഉള്ളവരാണോ? അതൊരു ചോദ്യമാണ്. ആണോ? അല്ലല്ല, ഈ പ്ലാറ്റിനം അതിന് മറുപടി പറയൂ. ഞാൻ പറയട്ടെ. എന്റെ ചോദ്യം തീരട്ടെ. ഗോൾഡും പ്ലാറ്റിനും എടുക്കുന്നവർ മാത്രമാണ് അയ്യപ്പ ഭക്തർ, ഉത്തമ അയ്യപ്പ ഭക്തർ. ഈ ശബരിമല കയറിയ പെണ്ണുങ്ങളെല്ലാം ഉത്തമ ഭക്തരാണോ? തെളിയിക്കാൻ പറ്റുമോ ഉത്തമ ഭക്തരാണെന്ന്? മാഡം, ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഈ കേറാനിടയായ സാഹചര്യം ഉണ്ടാക്കിയത് പ്രേരണാകുമാരിയാണ്. ഉയർത്തിപ്പിടിക്കുന്ന പ്രേരണാകുമാരിയോട് ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്താ അസഹിഷ്ണുത വരുന്നത്? എന്താ നിങ്ങൾക്ക് എന്താ അസഹിഷ്ണുത? പ്രേരണാകുമാരി നിങ്ങൾക്ക് എന്താ അസഹിഷ്ണുത വരുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രേരണാകുമാരി അല്ല മറ്റൊരു പേര് എനിക്ക് പറഞ്ഞു തരൂ. ഏത് സംഘടന? ചോദ്യം അതിനകത്ത് ഏറ്റവും വലിയ കാരണക്കാരൻ പിണറായി വിജയൻ, പ്രവേശിക്കാനുള്ള കാരണക്കാരൻ പിണറായി വിജയൻ. ആ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് അത് നിഷേധിക്കാൻ കഴിയോ? അവിടെ യുവതി പ്രവേശനം ആവശ്യപ്പെട്ടോ? ആ പെറ്റീഷനിൽ യുവതി പ്രവേശനം അനുവദിക്കണം, ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് ഈ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെട്ടോ ഇല്ലയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ നിങ്ങൾ എന്ത് പറഞ്ഞു? ചുമ്മാ നിങ്ങൾ വായി വെച്ചിട്ട് അതവിടെ ഉണ്ടല്ലോ. ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ യുവതീ പ്രവേശനം സാധ്യമാക്കണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തത് ആര്? അവരുടെ പ്രത്യയശാസ്ത്ര പിൻബലം എന്ത്? പ്രേരണാകുമാരി ബിജെപിയുടെ വക്താവാണ്. അവരുടെ ഗൂഗിളിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി വ്യക്തമാക്കി പ്രേരണാകുമാരി ഏത് സംഘടനയാണ്? നിങ്ങൾ സർസംഘചാലകം പറയുന്നു, പല സംഘടനയും പറയുന്നു. വൃന്ദാക്കാരായിട്ടിരിക്കുന്ന ഫോട്ടോ ഞങ്ങൾ നൽകാം. ഈ വിധി വന്നപ്പോ പ്രേരണാകുമാരി ഏത് സംഘടന, സംഘപരിവാറിന്റെ ഏത് സംഘടനയുടെ ചുമതല പ്രവർത്തിക്കുന്ന തുടക്കം മുതലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബിജെപിയുടെ വക്താവ് ഈ വിധി വന്നപ്പോ ഓ രാജഗോപാലിന്റെ നിലപാട് നിങ്ങൾ അതൊന്നുമല്ല ചോദിച്ചു. സംഘപരിവാറിനെതിരെ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് സംഘപരിവാറിന്റെ ചുമതലയിലാണ് പ്രേരണാകുമാരി ഉള്ളത്? നിങ്ങൾ വ്യക്തമാക്ക്. നിങ്ങൾ എവിടെയെങ്കിലും വൃന്ദാക്കാരായിട്ട് പങ്കെടുത്ത ഫോട്ടോ ഞങ്ങൾ തരാം. അപ്പൊ അവര് നിങ്ങളുടെ CPM-ന്റെ ആണെന്ന് പറയൂ. വൃന്ദാക്കാരായിട്ട് പങ്കെടുത്ത ഫോട്ടോ ഞങ്ങൾ നൽകാം. ഒരുമിച്ചുണ്ടായിരുന്നു. പ്രേരണാകുമാരി നരേന്ദ്രമോദി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. പ്രേരണാകുമാരി നരേന്ദ്രമോദി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതാണ് അതിലൊരു ക്ലാരിറ്റി വരുത്തണം. ഏത് സംഘപരിവാർ സംഘടനയുടെ? നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല. നിങ്ങൾ ചർച്ച തുടങ്ങുന്നത് അവിടെ നിന്ന് ഞാൻ മറുപടി പറഞ്ഞു കൊള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സാധ്യമല്ല. നിങ്ങൾ എന്നെ ചർച്ച ശ്രീ സുരേഷ് കുമാർ, താങ്കൾ ഈ പ്രേരണാകുമാരി ഒരു 10 തവണയെങ്കിലും പറഞ്ഞു അല്ലെ? RV ബാബു എന്ന് പറഞ്ഞു, മോഹൻദാസ് എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. പിണറായി വിജയൻ ഞാൻ പറയാറില്ല, എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഇത്രയും പേര് പറയുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഇത് ഡിഫെൻഡ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ പിണറായി വിജയൻ എന്ന് 50 തവണ പറയുമ്പോഴാണ് ഞാൻ പ്രേരണാകുമാരി എന്ന് 10 തവണ പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കാര്യമാണ് താങ്കൾ പറഞ്ഞത്? എത്ര ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിച്ചാലും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ വിധി വരാനുണ്ടായ സാഹചര്യം, ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് RSSന്റെ ഇടപെടലാണ്.
RSSന്റെ ഇടപെടലാണ്. അതെങ്ങനെയാ? ഇതെല്ലാവർക്കും അറിയാം. ശരി ശരി സുരേഷ് സുരേഷ് വാ, സുരേഷ് വാ. സുരേഷ് വാ. എനിക്ക് ഒരു സംശയം. ഒരു മിനിറ്റ് സുരേഷ്, ഒരു കാര്യം, 2018 ഈ വിഷയത്തിന് ശേഷം CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ലഘുലേഖ തയ്യാറാക്കി വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്നല്ലോ. അതെന്തിനു വേണ്ടി? അതെന്തിനു വേണ്ടിയായിരുന്നു?